റാപ്പർ വേടനെതിരെയുള്ള പരാതികളിൽ ഗൂഢാലോചന ആരോപിച്ച് കുടുംബം. അന്വേഷണം ആവശ്യപ്പെട്ട് വേടന്റെ സഹോദരൻ ഹരിദാസ് മുരളി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ആരോപണങ്ങളിൽ ചില സംശയങ്ങളുണ്ടെന്നും വേടൻ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നും ഹരിദാസ് പറഞ്ഞു. വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ 2 പരാതികളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ പരാതികൾ ഉയർന്നു വന്നതിലാണ് കുടുംബത്തിന്റെ സംശയം. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നു. വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് ചിലരുടെ പ്രശ്നമെന്ന സഹോദരൻ ഹരിദാസ്. കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയവും അങ്ങനത്തെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പണ്ട് തൊട്ടേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഈ നിലയ്ക്കായിട്ടാണ് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി DGPക്ക് കൈമാറുമെന്നാണ് സൂചന. ബലാത്സംഗ കേസിൽ തുടർച്ചയായി 2 ദിവസം വേടനെ ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പരാതിക്കാരിയെ നേരിട്ട് ബന്ധപ്പെടാൻ ഇനിയും പോലീസിനായിട്ടില്ല. ഈ കേസിലും വേടന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.